സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JV കോശി സാർ, ഈ സംഘടനയുടെ രക്ഷാധികാരി, ഭാരത സമൂഹത്തിൽ മനുഷ്യാവകാശ ദർശനത്തിന്റെ പ്രചാരകനായി ഇന്ത്യ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീക ആചാര്യനുമായ സ്വാമി ഗുരുരത്ന ജ്ഞാന തപസ്വി, നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സിന്റെ നാഷണൽ കോർഡിനേറ്റർ, നമ്മുടെ സമീപ സംസ്ഥാനക്കാരി കൂടിയായ അഡ്വക്കേറ്റ് ശിവാംഗി സെൽവകുമാർ, സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഷിബി പി വർഗീസ് ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികളെ, ജില്ലാ പ്രസിഡന്റുമാരെ, ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ മനുഷ്യാവകാശ പ്രവർത്തകരും, അധ്യക്ഷൻ എന്ന നിലയിൽ വേദിയിലിരിക്കുന്നവരുടെ എല്ലാം പേരെടുത്ത് പറയേണ്ടത് എന്റെ കർത്തവ്യമാണെങ്കിലും വിസ്താര ഭയത്താൽ സമയം കുറയ്ക്കേണ്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ലോക മനുഷ്യാവകാശ ദിനമായി ലോകത്തെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ ആചരിക്കുകയാണ്. മനുഷ്യന്റെ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഗർഭസ്ഥ ശിശു രൂപം കൊള്ളുന്നത് മുതൽ ഈ ലോകത്തെ അവസാന ശ്വാസവും കഴിഞ്ഞ് ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ ലഭിക്കുന്നതായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഒരു മനുഷ്യന് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും അത് നേടിയെടുക്കുവാനായി, അത് ആരുടെയും ഔദാര്യമല്ല, ഈ ഭൂമിയിൽ പിറക്കുന്ന ഓരോ കുഞ്ഞിന്റെയും അവകാശമാണ് എന്ന സത്യം മനുഷ്യനെ പഠിപ്പിക്കുവാനായി ലോകതലത്തിൽ തന്നെ ഈ ദിനം നാം മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. പലപ്പോഴും അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ അവകാശം അതിൽ തന്നെ പൂർണ്ണമാണെന്ന് കരുതുന്ന ഒരു സമൂഹമായി മാനവ സമൂഹം ചുരുങ്ങാറുണ്ട്. എന്നാൽ എല്ലാ അവകാശങ്ങളും അതിനോടൊപ്പമുള്ള കടമകളോടുകൂടി മാത്രമേ പൂർണ്ണമാകൂ എന്ന സത്യം നാം തിരിച്ചറിയുമ്പോൾ, ആ മഹത്തായ സങ്കല്പത്തിലേക്ക് ഉയരുമ്പോൾ മാത്രമാണ് ഒരാൾ യഥാർത്ഥ മനുഷ്യാവകാശ പ്രവർത്തകനായി മാറുന്നത്. ഇപ്രകാരം ഒരു മനുഷ്യന്റെ കടമകളെ കുറിച്ച്, അതോടൊപ്പം തന്നെ അവന്റെ അവകാശങ്ങളെ കുറിച്ച്, സുഖകരമായി അവിടെ ഇരിക്കുവാനുള്ള അവകാശമുണ്ട്. ആ അവകാശം സംരക്ഷിക്കുക എന്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ്. അവരവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ മാത്രമേ എനിക്ക് എന്റെ അവകാശം ലഭിക്കുകയുള്ളൂ. തിരിച്ച് അവർക്ക് അവരുടെ സീറ്റിൽ മാന്യമായി ഇരിക്കുവാനുള്ള അവകാശമുണ്ട്. അത് നടപ്പിലാക്കുവാനായി ശ്രമിക്കുക എന്നത് എന്റെ കടമയാണ്. അതുകൊണ്ട് കടമകളും അവകാശങ്ങളും ഒരുപോലെ മനസ്സിലാക്കുകയും കടമകൾ നിറവേറ്റുകയും അവകാശ സംരക്ഷണത്തിനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക ഏതൊരു മനുഷ്യന്റെയും കർത്തവ്യമാണ്. എല്ലാ മതങ്ങളും ഇതിലാദ്യമായി സംസാരിക്കുന്നത് ആത്മിക പ്രസ്ഥാനങ്ങളും ആത്മിക ചിന്തകളുമാണ്. ഏത് ആത്മിക ചിന്താധാര എടുത്താലും വളരെ വ്യക്തമായി നമുക്കിതറിയാം. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നിന്റെ സഹോദരൻ എവിടെ എന്ന് കായലിനോട് ദൈവം ചോദിക്കുമ്പോൾ ബൈബിൾ മഹത്തരമായ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സഹോദരനോട് ചില കടമകളുണ്ട്. അവന്റെ ജീവൻ നിലനിർത്തുക എന്റെ ഉത്തരവാദിത്വമാണ്. അതുതന്നെയാണ് നിന്റെ സഹോദരൻ വിശന്നിരിക്കുമ്പോൾ അവന് ഭക്ഷിപ്പാൻ കൊടുക്കാതെ നീ ഭക്ഷിക്കരുതെന്ന് മഹത്തരമായ ഇസ്ലാമിക ദർശനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭാരതീയ സംസ്കാരത്തില്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ തന്നെ ചിന്താധാരയിൽ നമുക്കറിയാം, അവരവർ ആത്മസുഖത്തിൽ ആചരിക്കുന്നവ അവരൊരു സുഖത്തിനായി മാറണം എന്ന് നമ്മളെ പഠിപ്പിച്ച ആചാര്യൻ ഈ ദർശനം തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മതങ്ങളും ഈ നന്മയെ കുറിച്ച്, മനുഷ്യ അവകാശങ്ങളെ കുറിച്ചും കടമകളെ കുറിച്ചും പഠിപ്പിക്കുന്നുവെങ്കിലും നാം പലപ്പോഴും ഇതിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നത് ഒരു സത്യമാണ്, ഒരു ദുഃഖ സത്യമാണ്. ഇവിടെയാണ് നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സിന്റെ പ്രസക്തി. ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ സാധാരണക്കാരനെ അവന്റെ അവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുകയും അവൻ അവനോട് തന്നെയും അവന്റെ കുടുംബത്തിലും സമൂഹത്തിലും ചെയ്യേണ്ട കടമകളെ കുറിച്ച് അവനെ ബോധവാനാക്കുകയും ചെയ്യും.
പറയുമ്പോൾ ഇന്ത്യൻ സമൂഹം പൂർണ്ണമായി അതൊരു നിസ്സാരമായ പ്രവർത്തനമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. സമയമെടുക്കുന്ന ഒരു ഭഗീരഥ പ്രയത്നമായിട്ട് തന്നെ കരുതുന്നു. എന്നാൽ ഇന്ത്യയായി മാറും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന കമ്മിറ്റികൾ രൂപീകരിക്കുകയും അത് കഴിഞ്ഞ് ജില്ലാ തലത്തിലും ഇപ്പോൾ നമ്മുടെ സ്വാഗത പ്രസംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് തലത്തിലും കമ്മിറ്റികൾ ഫോം ചെയ്തിട്ട് താഴെ തട്ടിലേക്കുള്ള പ്രവർത്തനം വ്യാപിപ്പിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു സംശയം തോന്നാം, എന്തുകൊണ്ടാണ് എല്ലാ തട്ടിലും ഇങ്ങനെയുള്ള കമ്മിറ്റികൾ ഫോം ചെയ്യുന്നത്? നമുക്ക് ഇത്രയും പേർക്ക് കൂടി ഇവിടെ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ നാട്ടിലെ ഗ്രാമങ്ങൾ ഉണർന്നെങ്കിൽ മാത്രമേ, ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാനായെങ്കിൽ മാത്രമേ ഈ നാടിന് നന്മയുണ്ടാകുകയുള്ളൂ. കാരണം ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് ആ ഒരു ദർശനമാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ വസിക്കുന്ന സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കുന്നവൻ, അധികാരമുള്ളവൻ എന്നും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ. മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കുന്നവനെ അവന്റെ അവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരിച്ച് അവൻ അതിനു വേണ്ടി ശബ്ദമുണ്ടാക്കുന്ന ഒരു അവസ്ഥ, അത് വിപ്ലവമല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അവനവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു അവസ്ഥ ഇവിടെ സംജാതമാകേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രചരണം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ആക്ടിവിസത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല എന്ന് കരുതി ആക്ടിവിസം ഇല്ല എന്നല്ല. ആക്ടിവിസത്തെക്കാൾ അവയർനെസ്സിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആക്ടിവിസത്തിലൂടെ വേണമെങ്കിൽ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ചില സംഭവങ്ങളിൽ നമ്മൾ അതിൽ ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാവരും അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ എവിടെയൊക്കെ അത് ധ്വംസിക്കപ്പെടുന്നുവോ, എവിടെയൊക്കെ അവരുടെ സഹോദരന്റെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നുവോ അവിടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാനായിട്ട് അവർ തയ്യാറാകും. ഞാൻ സാധാരണ പറയുന്ന ചൈനയിൽ നിന്നെടുത്ത ഒരു പരമഴിയുണ്ട്. അതിപ്രകാരമാണ്, നിങ്ങളൊരു മനുഷ്യന് ഒരു മീൻ പിടിച്ചു കൊടുത്താൽ അവൻ അന്നേരം അത് ഭക്ഷിക്കും. എന്നാൽ മീൻ പിടിക്കുവാൻ അവനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവൻ മീൻ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മളതാ ഉദ്ദേശിക്കുന്നത്. അവന്റെ അവകാശങ്ങളെ കുറിച്ച് അവനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോഴൊക്കെ അത് ഉപയോഗിക്കുകയും ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, അതിന്റെ യഥാർത്ഥ ജനാധിപത്യത്തിലേക്ക് വളരുകയും ചെയ്യുന്ന, സോഷ്യലിസത്തിലേക്ക് വളരുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്യും. ഇവിടെ നമുക്കറിയാം, കേരളം ഈ മേഖലയിലൊക്കെ വളരെ മുൻപിലാണെന്ന് പറഞ്ഞാലും മനുഷ്യാവകാശ ലംഘനങ്ങൾ കേരളത്തിലും വളരെയധികമാണ്. ഒരു മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ്. ആ സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടയുന്ന അവസ്ഥ, അത് മന്ത്രിയുടേതായാലും കൊള്ളാം, തന്ത്രിയുടേതായാലും കൊള്ളാം, വഴി തടയുക എന്ന് പറയുന്നത് അവന്റെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കുകയാണ്. ഒരു പൗരനെന്ന നിലയിൽ, ഒരു മനുഷ്യനെന്ന നിലയിൽ അവന് ലഭിക്കേണ്ട അവകാശം ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് മനുഷ്യാവകാശ സംരക്ഷണത്തിന് മുൻകൈ എടുക്കണം. അതുപോലെ പൗരന്മാരായ നമ്മളും, ഗവൺമെന്റ് മാത്രമല്ല, രണ്ടു കൂട്ടരും ഒരുമിച്ച് ചേർന്നാൽ നമ്മളും നിങ്ങളും ഇല്ലാതെ നാമായി മാറുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ യഥാർത്ഥമായ മനുഷ്യാവകാശ സംരക്ഷണം നടക്കുകയുള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. ഇവിടെ ഈ നിയമങ്ങൾ കൊണ്ടൊന്നും എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയത്തില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്, നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ആദരണീയനായ ജസ്റ്റിസ് JP കോശി സാർ ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പല വിധിന്യായങ്ങളും പുറപ്പെടുവിച്ചു എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ആനന്ദം നൽകുന്നതാണ്. സ്വയമേവ കാര്യങ്ങളിൽ നടപടിയെടുക്കുവാനായിട്ട് മുൻപോട്ട് വരുന്ന, നമുക്കറിയാം അതിന്റെ ലിമിറ്റേഷൻസ്, അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ആ അതിർത്തിക്കുള്ളിൽ, അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്യുന്ന ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിയമങ്ങളുടെ അപര്യാപ്തതയല്ല, നിയമങ്ങൾ കൊണ്ട് ഈ ലോകത്തെ നന്മയുണ്ടാക്കാമെന്ന് ചിന്തിക്കുകയും വേണ്ട. നിയമങ്ങൾ എന്ന് പറയുന്നത് തിന്മയെ നിയന്ത്രിക്കുവാൻ വേണ്ടിയാണ്. എങ്കിൽ തന്നെ ഈ നിയമങ്ങൾ ഉണ്ടെങ്കിലും എന്തെല്ലാം തിന്മകളാണ് നടക്കുന്നത്? ഗാർഹിക പീഡനം നിരോധിച്ച നിയമമുണ്ട്, സ്ത്രീധനം നിരോധിച്ച നിയമമുണ്ട്. എന്താ ഇതിന്റെ എഫക്ട്? നിയമം കൊണ്ട് മാത്രം ഒന്നും ആകുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിയമമല്ല വേണ്ടത്, നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ബോധം അതുണ്ടാകേണ്ടിയിരിക്കുന്നു. പീസ് വിത്ത് ജസ്റ്റിസ്, അതാണ് വേണ്ടത്. പോലീസ് അടിച്ചൊതുക്കി സമാധാനം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ സമാധാനമല്ല. യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ അത് സമാധാനമല്ല, ശാന്തിയാണ്. എല്ലാ മനസ്സുകളിലും സ്വസ്ഥത വാഴുന്ന ഒരു അവസ്ഥ അതുണ്ടാകുവാനായിട്ട് നമുക്ക് ഒരുമിച്ച്
ഞങ്ങളുടെ ഈ കുർബാന അവസാനിക്കുന്ന അവസരത്തിൽ പുരോഹിതൻ ജനങ്ങൾക്ക് നേരെ കൈ കാണിച്ചിട്ട് പറയും, നിങ്ങൾ സമാധാനത്താലേ പോകുകയും. എനിക്ക് പരിചയമുള്ള ഒരു പുരോഹിതനുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ട് തിരിയുന്ന കൂട്ടത്തില് എന്തോ ഒരു ചെറിയ പിറുപിറുപ്പ്, അതായത് തിരിയുന്ന ആ സമയത്ത് ഒരു ചെറിയ പിറുപിറുപ്പ് കേൾക്കുവാനായിട്ട് സാധിക്കും. ആദ്യമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. കുറച്ച് കഴിഞ്ഞിട്ട് കോർഡ്ലെസ് മൈക്ക് വന്നു. ഇത് പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം പറയുന്ന പിറുപിറുപ്പ് ശക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. ഒരു ദിവസം അടുത്ത് എന്നിട്ട് ചോദിച്ചു, അച്ഛാ എന്താ അച്ഛൻ ഈ ഞങ്ങൾക്ക് സമാധാനം ആശംസിച്ചതിന് ശേഷം തിരിയുന്ന ആ സമയത്ത് പറയുന്നത്? ചിരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഞാനിതാ പറയുന്നത് എന്തോ ഒരു സമാധാനം. ശരിയല്ലേ? നമ്മളെല്ലാം സമാധാനത്തിന്റെ വക്താക്കളായിട്ട് മാറുന്ന, മനുഷ്യാവകാശ പ്രവർത്തകരായിട്ട് മാറുന്ന അതിനുള്ള സിസ്റ്റം ഉണ്ട്. എന്തോ ഒരു സമാധാനം. സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ആരുടെ കുഴപ്പമാണ്? ഗവൺമെന്റിന്റെ മാത്രം കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യം നടത്താൻ വേണ്ടി എന്ത് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തിലെ യഥാർത്ഥ മനുഷ്യാവകാശവും സമാധാനവും സംസ്ഥാപിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയണം. കേജ്രിവാൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഈ സമൂഹം ഒരു മാറ്റത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കേജ്രിവാൾ രാഷ്ട്രീയ പ്രസ്ഥാനമായത് ശരിയോ തെറ്റോ ഒന്നും പറയുവാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ അധികാരത്തിലെത്തുമ്പോൾ പറയുന്ന ആദർശങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വിശ്വപ്രസിദ്ധമായ പ്രസംഗം നമുക്കറിയാം. ഐ ഹാവ് എ ഡ്രീം എന്ന് തുടങ്ങുന്നതായിട്ടുള്ള മഹത്തരമായിട്ടുള്ള പ്രസംഗം. അതിന്റെ വാർഷികം ഈ അടുത്ത സമയത്ത് നമ്മൾ ആചരിച്ചു കഴിഞ്ഞതാണല്ലോ. അതുപോലെ ഈ നാട്ടിലെ മനുഷ്യാവകാശ പ്രവർത്തകരായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സിന്റെ പ്രവർത്തകർക്ക് ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്തെന്ന് ചോദിച്ചാൽ, അഴിമതിരഹിതമായ, ചുവപ്പ് നാടകളില്ലാത്ത, എല്ലാ മനുഷ്യരെയും പ്രായോഗിക തലത്തിൽ തന്നെ തുല്യരായി കാണുന്ന, യഥാർത്ഥ മനുഷ്യാവകാശം സംരക്ഷിക്കുന്ന, കടമകൾ നിറവേറ്റുന്ന ഒരു അവകാശ ദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയിക്കും. മുഖ്യ പ്രഭാഷണം നടത്തുന്നത്, അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ രംഗത്ത് പ്രശസ്ത സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർക്കുള്ള അവാർഡ് നൽകുന്നതിനുമായി എത്തിയിട്ടുള്ള ആദരണീയനായ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JP കോശി സാറിനെ അദ്ദേഹത്തിന്റെ അഡ്രസ്സിനായി ക്ഷണിച്ചു കൊടുക്കും. ഈ യോഗത്തിന്റെ അധ്യക്ഷനും നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സിന്റെ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ്, വന്യനായ സ്വാമി ഗിരിരത്നം, ജ്ഞാനതമസി ഡോക്ടർ ഷിരി പി വർഗീസ്, അഡ്വക്കേറ്റ് ശ്രീമതി സുധ, ശ്രീ അഡ്വക്കേറ്റ് പ്രകാശ്, ശ്രീ CS മനോജ്, ശ്രീ ജയവർദ്ധനൻ നായർ, ശ്രീ വിനോദ് സെബാസ്റ്റ്യൻ, മറ്റ് NFP-ന്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട മനുഷ്യാവകാശ സംരക്ഷകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരരെ, ആദ്യമായി എൻ്റെ നമസ്കാരം. ഈ സമ്മേളനത്തിൽ പരിപാടിയിൽ വിളിച്ചതിൽ ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകമായി നന്ദി പറയുന്നു. അതിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നതിന് നന്ദി പറയുന്നു. വാക്കുകൾ കൊണ്ടല്ല, ഇന്നിപ്പോൾ കേരള സമൂഹത്തിൽ വൈദ്യുതികളെ അവകാശങ്ങളെ കുറിച്ച് ഭയങ്കര പ്രസംഗങ്ങളാണ്. പ്രസംഗങ്ങൾക്കോ അവകാശ അവബോധത്തിനും ആർക്കും ഉറപ്പില്ല. അവകാശങ്ങളെ കുറിച്ചൊക്കെ എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും അറിയാം. കേരളത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അവകാശങ്ങളല്ല അറിയേണ്ടത്, നമുക്ക് ചില ഡ്യൂട്ടീസ്, ആരും ആ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനായിട്ട് ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയും. പക്ഷെ നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്ക് മനുഷ്യാവകാശത്തിന് അവകാശമുള്ളതുപോലെ നമ്മുടെ സഹപൗരന്മാർക്കും മനുഷ്യാവകാശത്തിന് അവകാശമുണ്ട്. തുല്യമല്ലേ തകർച്ചി, അതാണ് നമ്മുടെ ഫണ്ടമെന്റലായിട്ടുള്ള ഉത്തരവാദിത്വം.
ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിട്ട് 65 കൊല്ലം കഴിയുന്ന ഈ മഹനീയ ദിവസത്തിൽ ഇതുപോലെ ഒരു കോൺഫറൻസ് നടത്താൻ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് കടലാക്കിലെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇന്ന് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കാനായി പല സംഘടനകളും ഉണ്ടെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ കൂടിക്കൂടി വരുന്നു. അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നു, സഹോദരൻ സഹോദരിയെ ഗർഭിണിയാക്കുന്നു, അമ്മ മകളെ വെക്കുന്നു. സമൂഹത്തിൽ ആത്മീയ ചൈതന്യം കൊടുക്കേണ്ട, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്വാമിയെ കുറിച്ച്, ലൈംഗിക പീഡനത്തെ കുറിച്ച് പരാതികൾ വരുന്നു. ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിയായി റിട്ടയർ ചെയ്തിട്ട് സംസ്ഥാന മനുഷ്യാവകാശ ചെയർമാനായിരുന്ന ആദരണീയനായ ഒരാളെ കുറിച്ച് പരാതികൾ വരുന്നു. ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസത്തിന്റെ പ്രധാനിയായിരുന്ന ഒരു പത്രാധിപരെ കുറിച്ച് പരാതികൾ വരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ മനുഷ്യാവകാശ ലംഘനത്തിന്റെ അംശങ്ങൾ വരികയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഹർത്താലെന്നും ഉപരോധമെന്നും പറഞ്ഞ് നമ്മളുടെ മനുഷ്യാവകാശങ്ങളെ സ്ഥിരം ചില രാഷ്ട്രീയക്കാരും സമൂഹക്കാരും ഖനിക്കുകയാണ്. നിങ്ങളെ പോലെയുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ മനുഷ്യർക്ക് ഒരു ബോധം ഉണ്ടാകും. ഈ ഉപരോധം കൊണ്ടോ ഹർത്താൽ കൊണ്ടോ ഒരു പ്രയോജനം ഉണ്ടാകാനും പോകുന്നില്ല. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത പോലെ പെട്രോൾ വിലയെ കുറിച്ച് ഇവിടെ വലിയ ഹർത്താൽ ഉണ്ടാകുന്നുണ്ട്. എല്ലാവർക്കും പെട്രോൾ വില കൂടുതൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ഹർത്താൽ നടത്തുമ്പോൾ ഒരു പൈസയെങ്കിലും കുറഞ്ഞു. അനാവശ്യമായി മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുക. ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന, ഹർത്താൽ കൊണ്ട് വലിയ സഫർ ചെയ്യുന്ന ആർക്കാണ്? പാവപ്പെട്ട മനുഷ്യർക്കാണ്, ഡെയിലി വേജസുകാർക്ക്. അതുപോലെ തന്നെ CC എടുത്ത് കാറും വണ്ടിയും ഓടിക്കുന്നവർക്കാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ചില കമ്പനി ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അവർ പോയാലും പോയി ശമ്പളം. അതുപോലെ ഇന്ന് വാർദ്ധക്യ കാലത്തുള്ളവരെ പീഡിപ്പിക്കുന്ന ധാരാളം പരാതികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഒരു ആള്, പാവപ്പെട്ട മനുഷ്യനാണ്, ഒരു കൂലിവേലയ്ക്കായിട്ട് കുവൈറ്റിൽ പോയി. ഭാര്യയുടെ വീട്ടിൽ 5 സെന്റ് സ്ഥലമുണ്ട് ആകപ്പാടെ. ഇദ്ദേഹം അവിടെ പോയി ബുദ്ധിമുട്ടിച്ച് മോളെ നഴ്സിംഗിന് പഠിപ്പിച്ചു. ഈ 5 സെന്റ് സ്ഥലത്ത് അദ്ദേഹം ഒരു വീട് വെച്ചു. 19 വയസ്സായി കഴിഞ്ഞപ്പം അങ്ങനെയൊക്കെ കിഡ്നിയുടെ അസുഖമൊക്കെ വന്ന് തിരിച്ചു പോകേണ്ടി വരും. ഇവിടെ വന്നു കഴിഞ്ഞപ്പം മകൾക്കും അമ്മയ്ക്കും ഈ മനുഷ്യനെ വേണ്ട. അയാളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. കാരണം വൈദ്യുത സ്ഥലത്താണ് വീട്ടിൽ വെച്ചിരുന്നത്. അവര് പേരുക്കട ആശുപത്രിയുടെ നിർണയമാണ് താമസം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം മനുഷ്യാവകാശ ലംഘനങ്ങൾ പ്രായമുള്ളവരിവിടെ ധാരാളം ഉണ്ട്. അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് എഴുതി വെക്കുമ്പോൾ കിടപ്പാട് എഴുതി വെക്കരുത്. മരിച്ച ശേഷം ബില്ല് എഴുതി വെക്കാം. ഇതിനോട് അത് കൊടുത്താലും പോകാം. അതുപോലെ ഇന്ന് കാരുണ്യ ഒക്കെ ധാരാളം മരുന്ന് സഹായങ്ങൾ സർക്കാർ പാവപ്പെട്ടവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്നും മതിയാകത്തില്ല. മരുന്നിന്റെ ഒക്കെ വില എന്താണ്? മരുന്നിന്റെ വില മാത്രം മതി. ആ സമയത്ത് കുടുംബത്തെ സംരക്ഷിക്കണ്ടായി. എത്ര പേരാണ് അസുഖങ്ങൾ വന്നിട്ട് ക്യാൻസർ ഒക്കെ പെരുകുകയാണ്. ഇതിനൊക്കെ എതിരായിട്ട് നമ്മൾ വിചാരിച്ചതൊന്നും നടക്കാത്ത രീതിയിൽ വിഷമതകൾ ഉണ്ടായിരിക്കുകയാണ്. പല പരാതികൾ. അതുപോലെ തന്നെ ഒരു കഴിഞ്ഞ ആഴ്ച അടുത്തെന്ന് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ എഴുതി കൊടുത്തു, പ്ലീസ് ഗ്രാൻഡ് ബെനിഫിറ്റ് എന്ന് എഴുതി കൊടുത്തു. പക്ഷെ അതുകൊണ്ട് വില്ലേജ് ഓഫീസർ എടുക്കുന്ന തഹസിൽദാരോട് ഏത് മുഖ്യമന്ത്രി പേപ്പർ ശരിയല്ല. അയാളെന്നോട് ഇത് പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാര് പാവങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഉള്ള വിമുഖത, അത് ഏത് മേലുദ്യോഗസ്ഥൻ പറഞ്ഞാലും കിട്ടേണ്ട കാശ് കിട്ടാൻ അവരുടെ കയ്യിൽ പേപ്പർ പോകും. പല പരാതികളും മനുഷ്യാവകാശ കമ്മീഷൻ വന്നിട്ടുണ്ട്. ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അതൊക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെങ്കിൽ പണം ചെയ്യാത്ത രീതി താഴത്തെ കിടയിലുള്ള അഴിമതിയാണ് ഏറ്റവും കൂടുതൽ. ഒരു ഇലക്ട്രിക് കണക്ഷൻ വേണമെങ്കിൽ, വാട്ടർ കണക്ഷൻ വേണമെങ്കിൽ എല്ലാത്തിനും അഴിമതിയാണ്. ഇതിനൊക്കെ എതിരായിട്ട് നമ്മളൊക്കെ സംഘടിച്ച് അഴിമതിക്കെതിരായിട്ട് പോരാടണം. അത് വലിയ രീതിയിലുള്ള അഴിമതിയൊന്നുമില്ല, മന്ത്രിതലത്തിലൊന്നുമല്ല. ആഴത്തെ ഉദ്യോഗസ്ഥരെ ഒരുമാതിരി നല്ല ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ സ്ത്രീപീഡനങ്ങളെ കുറിച്ച് ഞാൻ പറയണ്ട. ഈ എത്ര പണിഷ്മെന്റ് നടത്തിയാലും, ഈ പണിഷ്മെന്റിനെ കൂട്ടിയാലും ഇതൊന്നും നന്നാകാൻ പോകുന്നില്ല. പണിഷ്മെന്റ് കൂട്ടുന്നതും കൈക്കൂലിയുടെ എമൗണ്ട് കൂട്ടുന്നുണ്ട്. അതേ സമയത്ത് ലൈംഗിക പീഡന സമയത്ത് അവർക്ക്
സുപ്രീം കോടതി വധശിക്ഷ വിധിച്ചിട്ട് അന്നത്തെ ദിവസം തന്നെ അതേമാതിരി പീഡനം ഡൽഹിയിലുണ്ടായി. അപ്പം വധശിക്ഷയല്ല, ബോധവൽക്കരണമാണ്. ഇന്ന് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വെറും അക്കാഡമിക് സ്റ്റഡീസാണ്. അവിടെ ഒന്നും മൂല്യബോധങ്ങളെ കുറിച്ച്, ധാർമ്മിക ചിന്തകളെ കുറിച്ചൊന്നും പറയണം. അത് പറയണം. അച്ഛനെ അമ്മയെ ബഹുമാനിക്കണം. പ്രായമായി കഴിഞ്ഞാൽ അവരെ ബഹുമാനിച്ചില്ലെങ്കിൽ നീ പ്രായമോ നിന്റെ മക്കൾ ഇത് തന്നെ ചെയ്യും എന്നുള്ളൊരു വിചാരമാണ്. അപ്പൊ അങ്ങനെ ഒരു ധാർമ്മിക മൂല്യം ഉണ്ടാകുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാകും. ഇന്നൊരു മോറൽ ലീഡർഷിപ്പ് കൊടുക്കാനായിട്ട് ആളുകളില്ല. മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ജയപ്രകാശ് നാരായണൻ വരെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ധാർമ്മിക മൂല്യം കൊടുക്കാനായിട്ട് പിന്നെ ആരുമില്ല. അപ്പൊ അത് നമുക്കിന്ന് ആവശ്യമാണ്. അതല്ലാതെ നിയമങ്ങൾ കൊണ്ടോ ശിക്ഷകൾ കൊണ്ടോ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പം ദിവസം 35 പരാതിയാണ്. 35 പരാതി എന്ന് പറഞ്ഞാൽ പലതും വായിച്ചു നോക്കണം. ചില പാവങ്ങളുടെ പരാതിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും ചില നോട്ടീസൊക്കെ ഇട്ട് ചിലതൊക്കെ സാധിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒട്ടും ചെയ്യാൻ പറ്റാത്ത ചിലത്. എനിക്കൊരു പരാതി വന്നത് ഒരു MSCT കേസിൽ ഹൈക്കോടതിയുടെ വ്യക്തികളെക്കാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അയാൾ പാവപ്പെട്ട മനുഷ്യനാണ്, അയാള് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്, മോട്ടോർ ആക്സിഡന്റിൽ പെട്ട് ബ്രെയിൻ ഇഞ്ചിലോ ഹെഡിഞ്ചിലോ പണമില്ല, ആശുപത്രിയിലൊക്കെ പോയി അഡ്മിറ്റ് പോലും കടമെടുത്ത് ട്രീറ്റ്മെന്റ് നടത്തി സുഖമായി എഴുന്നേറ്റ് നടക്കാം. പക്ഷേ ബുദ്ധിമുട്ടുണ്ട്. അവിടുത്തെ ഗവൺമെന്റ് ഡോക്ടർ 60% ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് MSCT കൊടുത്തു. ഇപ്പം പണമില്ലാത്തതുകൊണ്ട് കാര്യമായ വക്കീലിനെ ഏർപ്പെടുത്താൻ പറ്റിയിട്ട് നാട്ടിൽ നിന്ന് വക്കീലിനെ ഏർപ്പെടുത്തി. അദ്ദേഹം കേസ് നടത്തിയിട്ട് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയില്ല. ജഡ്ജി പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല, ഡിസബിലിറ്റി ഒന്നുമില്ല, പക്ഷെ ഇഞ്ചുറി കൂടുതൽ ഉണ്ടായിരുന്നു, 20,000 രൂപ കോമ്പൻസേഷൻ കൊടുക്കാവുന്നു. ഇത് അപ്പീൽ ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ഹൈക്കോടതി പറഞ്ഞു അവിടെ ഡിസബിലിറ്റി അദാലത്തിലുണ്ട്. അദാലത്തിൽ ചെന്നപ്പോൾ അദാലത്തിലെ ജഡ്ജിമാർ പറഞ്ഞു നമുക്ക് ഇയാളെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇയാളെ മെഡിക്കൽ കോളേജിൽ വിടാം. മെഡിക്കൽ കോളേജിലെ 5 പ്രൊഫസർമാര് സർജറി, ന്യൂറോ സർജറി, ഓർത്തോപീഡി എന്നുള്ള 5 സീനിയർ പ്രൊഫസേഴ്സ് എക്സാമിൻ ചെയ്ത് ഇയാൾക്ക് 59% ഡിസബിലിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ്. അപ്പം ഇൻഷുറൻസിന്റെ വക്കീൽ പറഞ്ഞ അദാലത്തിൽ ഇത്രയും വലിയ എമൗണ്ട് ആകും, എനിക്ക് ഇത് ചെയ്ത മനുഷ്യർ കമ്പനി സംശയിക്കും എന്നെ, അതൊരു കോടതി തന്നെ തീരുമാനിക്കട്ടെന്ന് പറഞ്ഞു. ലീഗൽ സർവീസ് അതോറിറ്റി ഏർപ്പെടുത്തിയ ആളുകൾക്ക് വേണ്ടിയുള്ള വക്കീൽ വന്നു. ദൗർഭാഗ്യത്തിന് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യില്ല. ഹൈക്കോടതി ജഡ്ജിമാർ പറഞ്ഞു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, ഇപ്പൊ ഡിസബിലിറ്റി ഒന്നുമില്ല, ഇപ്പൊ 20,000 രൂപയും കൂടെ കൂട്ടി കൊടുത്തേക്കാം, 40,000 രൂപ. ഇത് കഴിഞ്ഞിട്ട് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വക്കീൽ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി എടുത്തിയാൽ പോയി. അദ്ദേഹം ഡിസിപ്ലിന്റെ സ്ഥാനത്തുള്ളതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ വലിയ പിടിച്ചൊക്കെ നടക്കത്തുള്ളൂ, ഒരു മാർക്ക് കോഴി ഇതിനകത്തുള്ള അഡ്വഞ്ചറുമായിരുന്നു. ഏതായാലും നീ എന്നോട് വർത്തമാനം പറയാനായിരുന്നു 4-5 പോലീസുകാരെ വിളിച്ച് ഇയാളെ അവിടെ പുറത്താക്കി. അയാൾ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു ഹൈക്കോടതിക്കെതിരെ ഞാൻ എന്ത് ചെയ്യണം, സുപ്രീം കോടതിയിൽ പോകണം. ഏതായാലും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കണ്ട് കുറച്ചേരം ആദ്യം എനിക്കൊരു മുഷിപ്പോതിയുടെ വർത്തമാനം കേട്ടോ, എന്നാൽ സങ്കടം തോന്നി ഞാൻ നോക്കി ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കണ്ടു. ഞാൻ ഇത് വെച്ചുകൊണ്ട് രജിസ്ട്രാർക്ക് എഴുതി ഇത് ജഡ്ജിമാരുടെ ശ്രദ്ധപ്പെടുത്തണം, ഇതൊരു സോമോട്ടോ റിവ്യൂ ഉള്ള കാര്യമാണ്. അതിന്റെ കോപ്പി ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കോപ്പി വെച്ച് ജഡ്ജിമാർക്ക് വിളിക്കും. ജഡ്ജിമാരെ ലെറ്റർ കണ്ടപ്പോൾ തന്നെ കെട്ടെടുപ്പിച്ചപ്പോൾ അദാലത്തിന്റെ ഫയലിൽ സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട്. രണ്ടാമത് 5 ലക്ഷം രൂപയും 9% ഇൻട്രസ്റ്റ് ഡേറ്റ ബാങ്ക്സിന്റെ പോലും അവർ വിധിച്ചാൽ 8-9 ലക്ഷം രൂപ കിട്ടും. അങ്ങനെ ഹൈക്കോടതിയിലെ ജഡ്ജിമെന്റ് വേറെ പല കേസുകളും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും പലതും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്നലെ ഒരു ഞാനൊരു പാവപ്പെട്ട വിധവയാണ്, എനിക്ക് 18 സെന്റ് സ്ഥലമുണ്ട്. എനിക്ക് ഇത്ര സ്ഥലമുള്ളത് കൊണ്ട് വിധവാ പെൻഷൻ കിട്ടുന്നില്ല. ഞാൻ വിധവയാണ്, വിധവാ പെൻഷൻ കിട്ടുന്നില്ല. ജീവിക്കാൻ വേണ്ടി ഞാൻ 9 സെന്റ് സ്ഥലം വിൽക്കാൻ തയ്യാറാണ്. അപ്പൊ എനിക്ക് പരിധിയിൽ കുറച്ച് സ്ഥലമേ ഉണ്ടാകത്തുള്ളൂ. ഞാൻ തന്നെ വിചാരിച്ചാൽ നല്ല വിലക്കൊന്നും വിൽക്കാൻ പറ്റത്തില്ല, സാറ് സഹായികൾ ഇതൊന്ന് വിറ്റ് തരാം. ഇതൊന്നും നമുക്ക് നമ്മുടെ അധികാരപ്പെടുന്നതല്ല. അപ്പം എന്നാൽ എല്ലാവർക്കും ഞാൻ എൻ്റെ ഒന്ന് ആ സ്ഥലത്തുള്ള 1-2 ആൾക്കാരോട് പറഞ്ഞത് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ എന്തെല്ലാം സഹായങ്ങളാണ് ജനസമ്പർക്ക പരിപാടിയിലും മറ്റും ചെയ്യുന്നത്. പലരും തങ്ങളുടെ ഗ്രീവിയൻസ് ഒന്ന് പറയാൻ, അത് ഒരു മുഖ്യമന്ത്രിയോട് പറയാനുള്ള ഒരു അവസരം കിട്ടാന്ന് പറഞ്ഞാൽ അത് കണ്ണീരോട് പലരോടും പറയും. മുഖ്യമന്ത്രിയോടൊന്ന് ഞാൻ നേരിട്ട് സംസാരിച്ചു, അദ്ദേഹം എന്തെങ്കിലും ചെയ്യും, ആ ഒരു വിശ്വാസം, ആ സന്തോഷം.
അതൊരു വലിയൊരു കാര്യമാണ്. ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഓഫീസ് എടുക്കാൻ നേരം ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തീർത്തെന്ന അദ്ദേഹം. അവർക്ക് മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരുമാതിരി ഇത്രയും കേസുകൾ വരുന്നതാണ്. ധാരാളം സ്പേസും ഒക്കെ ആവശ്യമാണ്. അതിനൊക്കെയുള്ള ഉപകാരങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പോരാ. ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ പരസ്പരം സഹായിക്കാനും പരസ്പരം മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകാതിരിക്കാനുമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. മറ്റു മനുഷ്യരുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ലംഘിക്കപ്പെടാതിരിക്കാനായിട്ട് ഓരോരുത്തർ ശ്രമിക്കണം. ഓരോരുത്തർക്കും അവിടെ അവകാശമുണ്ട്. ഈ ബോഡിൽ കൂടെ സ്ട്രൈക്ക് ചെയ്യാനുള്ള അവകാശം ആൾക്കാർക്കുണ്ട്. പക്ഷേ സ്ട്രൈക്ക് ചെയ്യാത്ത ഒരാൾക്കിനെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള അവകാശമില്ല. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ ദൂഷിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ മനുഷ്യരെ അവരുടെ കടമകളെക്കുറിച്ച്, അവകാശങ്ങളെക്കുറിച്ച് മാത്രമല്ല, അവരുടെ കടമകളെക്കുറിച്ച് ബോധവാന്മാരാക്കുക. നല്ലൊരു നാളേക്ക് വേണ്ടി, അഴിമതിയില്ലാത്ത, പാവപ്പെട്ടവരില്ലാത്ത നല്ലൊരു നാളേക്ക് വേണ്ടി പരിശ്രമിക്കുക. അവാർഡുകൾ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വിതരണം ചെയ്യുന്നതാണ്. അത് അനൗൺസ് ചെയ്യുന്നത് ഈ ചടങ്ങ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ സംസ്ഥാന മുഖ്യമന്ത്രി പ്രത്യേകിച്ച് സേവനാവകാശ നിയമം നടപ്പിലാക്കുവാൻ ചങ്കൂറ്റം കാണിച്ച മുഖ്യമന്ത്രി ആദരണീയനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ പ്രകാശ് പി തോമസ്, ഇവിടെ അവാർഡ് പ്രസന്റ് ചെയ്യാൻ പോകുന്ന മനുഷ്യാവകാശത്തെക്കുറിച്ച് വളരെ ആധികാരികമായി പല കാര്യങ്ങളും പ്രസ്താവിച്ച ബഹുമാന്യനായ ജസ്റ്റിസ് JB കോശി, അഭിവന്ദനായ സ്വാമിജി ഗുരുരത്നം ജ്ഞാന റോസി, ഡോക്ടർ ഷിബി പി വർഗീസ്, ശ്രീ വിനോദ് സെബാസ്റ്റ്യൻ, ശ്രീ നട്ടേൽ മധു, ശ്രീമതി മേരി രാംനാഥ് പൈ, ഡോക്ടർ അനുകേഷ്, ശ്രീ മനോജ് തരുൺ, ശ്രീ പി ജയദേവൻ നായർ, ശ്രീ SS മനോജ്, മറ്റ് നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സിൻ്റെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ഇന്ന് 10ാമത് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന ദിവസം ഇങ്ങനൊരു സ്റ്റേറ്റ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കണം എന്ന് അഭിനന്ദനായ സ്വാമിജി എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു. മനുഷ്യ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയുന്നവരാണ് എല്ലാവരും. ഒരാളും മനുഷ്യാവകാശം ഹനിക്കണം അല്ലെങ്കിൽ ഇല്ലാതെയാക്കണം എന്നൊന്നും പറയത്തില്ല. പക്ഷേ മഹാഭൂരിപക്ഷ ആൾക്കാരും മറ്റുള്ളവരുടെ ചെലവിലാണ് മനുഷ്യാവകാശത്തെ കുറിച്ച് പറയുക. മനുഷ്യാവകാശം അത് അംഗീകരിക്കേണ്ട ഒന്നാണ്. അത് സ്വന്തം പ്രവർത്തനത്തിലും പ്രവർത്തന ശൈലിയിലും ആദ്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അത് നടപ്പിലാക്കണം. മനുഷ്യാവകാശം സംരക്ഷിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കാതിരിക്കുക. ഒരു വശത്ത് മനുഷ്യാവകാശത്തിന് വേണ്ടി വീറോടെ ശ്രദ്ധിക്കുകയും മറുഭാഗത്ത് മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുന്നത് നിശ്ചയമായും അതൊരു ശരിയായ ഒരു സമീപനമായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ബോധവൽക്കരണം നല്ല നിലയിൽ പ്രവർത്തിച്ച് ഈ ഒരു സംവിധാനത്തോട് ആളുകളെ കൂടുതൽ ഇണക്കുമ്പോൾ മനുഷ്യാവകാശം ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടാതിരിക്കാൻ, മറ്റുള്ളവരുടെ അവകാശത്തെ മാനിക്കാൻ എല്ലായ്പ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് മനുഷ്യാവകാശം, ഇഷ്ടപ്പെടാത്ത അവസരത്തിൽ അത് ഹനിക്കുന്ന സാഹചര്യം അത് ഉണ്ടാകുന്നത് ഒട്ടും ശരിയായ ഒന്നല്ല.
അതുകൊണ്ട് മനുഷ്യ അവകാശത്തെ കുറിച്ച് എല്ലാവരും യോജിക്കുന്ന ഈ സമയത്തും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വളരെയേറെ കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് ശക്തമായ പ്രചരണവും ബോധവൽക്കരണവും ഒക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. അതോടൊപ്പം എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് വളരെയേറെ കാര്യങ്ങൾ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ട വളരെയേറെ കാര്യങ്ങൾ അവകാശങ്ങളായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ആ അവകാശങ്ങൾ അവരിൽ പലർക്കും കിട്ടുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന്, സംസ്ഥാന ഗവൺമെന്റുകൾക്കൊക്കെ ധാരാളം സാമൂഹ്യ സേവന, സാമൂഹ്യ സുരക്ഷ പദ്ധതികളുണ്ട്. പക്ഷേ അതൊക്കെ അർഹിക്കുന്നവർക്ക് കിട്ടുന്നില്ല. അത് കിട്ടുന്നതെല്ലാം അനർഹരാണെന്ന് ഞാൻ പറയുന്നില്ല. കിട്ടാൻ അർഹതയുള്ളതിൽ ഏറ്റവും കൂടുതൽ അർഹതയുള്ളവർക്ക് കിട്ടുന്നില്ല. കാരണം അവർക്ക് പലരും പത്രം വായിക്കുന്നവരല്ല, ടെലിവിഷൻ കാണുന്നവരല്ല, ഗവൺമെന്റ് ഓഫീസുകളിൽ പോയി പരിചയമുള്ളവരല്ല. അപ്പം ഞങ്ങൾക്ക് എന്ത് എന്ന് ഉള്ള അത് അറിയാൻ സാധിക്കാത്ത ഒരിതാണ്. ഞാൻ ജനസമ്പർക്ക പരിപാടിയുമായി 12 ജില്ലകളിലെ, ഇന്നലെ ഇടുക്കി ജില്ലയിലെ ജനസമ്പർക്ക പരിപാടിയാണ്. വെളുപ്പിനെയാണ് തീർന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് വന്നത്. എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഗവൺമെന്റ് കൊണ്ടുവരുന്ന പല കാര്യങ്ങളും അർഹതയുള്ളവർ അറിയുന്നില്ല. ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നിട്ട് വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ തലചായ്ക്കാൻ ഒരിടം, 3 സെന്റ് സ്ഥലം. അതുകൊണ്ട് എല്ലാവരും തൃപ്തരാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഇന്നിപ്പോ ഒരു സാധാരണക്കാരനല്ല, ഒരു ഇടത്തരക്കാരന് കേരളത്തിൽ സ്ഥലം വിലയ്ക്ക് വാങ്ങി ഒരു വീട് വെക്കാൻ പറ്റും. 3 സെന്റ് സ്ഥലം ഇന്ന് കേരളത്തിൽ എവിടെയെങ്കിലും 3 ലക്ഷത്തിൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അതിന്റെ വില മുകളിലോട്ട് പോയാൽ വളരെയധികം കുറഞ്ഞത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വീട് വെക്കാൻ 3 സെന്റ് സ്ഥലം കൊടുക്കുന്നു, അതിനൊരു പ്രസക്തിയുണ്ട്. പക്ഷെ എല്ലാവരും അതിൽ കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് മണ്ണിൽ അധ്വാനിക്കുന്ന അധ്വാന വർഗം, അവർക്ക് അല്പം ഭൂമി ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യാൻ, അവരുടെ ആ മണ്ണിൽ അധ്വാനിക്കാൻ അവർക്ക് വികാരപരമായിട്ടുള്ള താല്പര്യമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ പാടില്ല. ഭൂരഹിതരില്ലാത്ത ജില്ലകളെന്ന് പറഞ്ഞ് കണ്ണൂരും കാസർഗോഡും ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താ? അപേക്ഷിച്ചവർക്കെല്ലാം ഭൂമി കൊടുത്തു. കാസർഗോഡ് അവിടെ അപേക്ഷിച്ചവർക്കെല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും 40,000-നും 50,000-നും ഇടയ്ക്കുള്ള പ്ലോട്ടുകൾ മിച്ചം കിട്ടിയിരിക്കുകയാണ്. ഗവൺമെന്റ് ഭൂമി ആവശ്യത്തിന് ഗവൺമെന്റിന്റെ കൈവശം ഉണ്ടായിരുന്ന 2 ജില്ലകൾ ഈ 2 ജില്ലകളാണ്. ബാക്കിയുള്ള ജില്ലകളിൽ കുറെ ഉണ്ട്, അതൊക്കെ കൊടുക്കുന്നു. പക്ഷെ അതുകൊണ്ട് തികയുന്നില്ല, ബാക്കി ഭൂമി എടുക്കാൻ ശ്രമിക്കുക. പക്ഷേ ഈ 2 ജില്ലകളിൽ, ഞാൻ കാസർഗോഡ് ജില്ലയിൽ ജനസമ്പർക്ക പരിപാടിക്ക് പോയി. കണ്ണൂരെ 17-ാം തീയതി പോകുന്നതേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പം വളരെ പാവപ്പെട്ട ആളുകൾ, ഫിസിക്കലി ചലഞ്ചിലായിട്ടുള്ളവർ, കണ്ണ് കാണാൻ പാടില്ലാത്തവർ, പ്രായമായവർ ഒക്കെ വരുമ്പം ഞങ്ങൾക്ക് കിടക്കാറില്ല, വീട് വെക്കാനില്ല. അപ്പൊ ഇങ്ങനൊരു സ്കീം
അപ്പോഴാണ് അവരറിയുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് പ്രയോജനം കിട്ടേണ്ടവർ അവർക്ക് അവകാശമായിട്ട് ഉള്ള കാര്യങ്ങൾ അവര് അറിയുന്നില്ല. അത് മനുഷ്യാവകാശ ലംഘനമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ സാമൂഹ്യ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ അവരുടെ ജീവിത ദൗത്യമായിട്ട് എടുത്തുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നല്ല സ്കീമാണ് അത്. 60 വയസ്സിൽ താഴെയുള്ള ഒരു ഗൃഹനായകൻ മരിച്ചാൽ, അത് ഏത് സാഹചര്യത്തിൽ മരിച്ചാലും 20,000 രൂപ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്കീം. ഒരു പാവപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ അത്യാഹിതം ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് 20,000 രൂപ കിട്ടുക വലിയൊരു കാര്യം. ഇത് 10,000 രൂപയായിരുന്നു. ഈ സ്കീമിന്റെ പ്രാധാന്യം നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ ശ്രീ പ്രണബ് കുമാർ മുഖർജിയോട് ഇന്നത്തെ രാഷ്ട്രപതി അവതരിപ്പിച്ച അവസാനത്തെ ബഡ്ജറ്റിന് മുമ്പ് എന്ന് അദ്ദേഹത്തെ കണ്ട്, ഇത് ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടൊരു സ്കീമാണ്, നിങ്ങളത് 25,000 രൂപയാക്കണം എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞ് 25 ആക്കിയില്ലെങ്കിൽ 20 ആക്കി. പക്ഷെ അതിനകത്തൊരു ദിവസം 4 മാസത്തിനകം അപേക്ഷ കൊടുക്കണം. നിരവധി ആളുകൾ ഈ 6 മാസത്തിനുള്ള അപേക്ഷ കൊടുക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, അവർക്കറിയില്ല, അവരെ അറിയിക്കാൻ ആരുമില്ല. അപ്പം ഞാൻ ഇന്നൊരു കൊടുത്തു, എത്ര ഡിലേ ആണെങ്കിലും ആ മരണം എന്ന് പറഞ്ഞിട്ടുള്ളതും വയസ്സും ശരിയാണെങ്കിൽ അവരുടെ ഡിലേ കൺട്രോൾ ചെയ്തതെടുക്കണം. എന്താ കാരണം? എത്രമാത്രം വൈകി അപേക്ഷയുമായിട്ട് ചെല്ലുന്നോ അവരാണ് അത്രമാത്രം അവർ അതിന് അർഹത കൂടിയവരാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അവര് ഇതുപോലുള്ള കാര്യങ്ങൾ അറിയുന്നതിൽ നിന്ന് അത്രയും അകലെയാണ് ഇരിക്കുന്നത്. പിന്നെ വളരെയേറെ കാര്യങ്ങൾ ഇപ്പം ഇന്ന് എവിടെ ചെന്നാലും ആളുകളുടെ മുഖ്യമായ ആവശ്യം ഞങ്ങൾക്ക് BPL കാർഡ് കിട്ടണം. BPL കാർഡ് കാരണം അരി വില കുറച്ച് കിട്ടുന്നു എന്നത് മാത്രമല്ല, അത് നമ്മുടെ ഇടയിൽ നിന്ന് അതിനൊക്കെ ഉള്ള ഒരു കഴിവ് പാവപ്പെട്ട കുടുംബങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. കിട്ടുന്നത് വേണ്ടെന്ന് പറയത്തില്ല, പക്ഷേ അതല്ല പ്രശ്നം, ആരോഗ്യ പ്രശ്നമാണ്. ഇന്ന് ജനങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ പ്രശ്നം. അപ്പം ഒരു BPL കാർഡ് ഉണ്ടെങ്കിൽ സൗജന്യമായ ട്രീറ്റ്മെന്റ് കിട്ടും. അപ്പം എല്ലാവരും ഇന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ പല നിബന്ധനകളും പരിശോധനയും ഒക്കെ വരുമ്പോൾ അവർക്ക് പിന്നെ ഇത് കിട്ടാൻ സാധിക്കുന്നില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഒരു ലിമിറ്റ് വെച്ചിരിക്കുക, ഇത്ര ലക്ഷം. അത് AAY എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, BPL, രണ്ടും കൂടെ 20 ലക്ഷം കുടുംബങ്ങളെ നമ്മുടെ സംസ്ഥാനത്താകാൻ പറ്റും. അത് കഴിഞ്ഞ് വരുന്ന എല്ലാവരും APL, ഉയർന്ന നിലയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും പാവപ്പെട്ടവരെന്ന് കഴിയുന്നവരെ ആ ഗവൺമെന്റ് ആശ്രയ സ്കീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആശ്രയ സ്കീം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടു, അവർക്ക് വേറെ ഒരാളും ആശ്രയിക്കാനില്ല. അവരെ ഗവൺമെന്റ് ദത്തെടുക്കുക, പിന്നെ ലോക്കൽ ബോഡീസ് വഴി കുടുംബശ്രീയെ കൊണ്ട് ഗവൺമെന്റ് പണം ചെലവഴിക്കും. ഇംപ്ലിമെന്റ് ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നടപ്പിലാക്കുന്ന കുടുംബശ്രീ. ആശ്രയ സ്കീമിൽ പെട്ടവർക്ക് പോലും APL കാർഡാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞ് ഗവൺമെന്റ് 6 വിഭാഗത്തെ ഒരു പരിശോധനയും ഇല്ലാതെ BPL ആക്കാനായിട്ടുണ്ട്. വിധവകൾ, വികലാംഗർ,
കിഡ്നി ക്യാൻസർ രോഗം വന്നിട്ടുള്ളവർ, തളർന്ന് കിടക്കുന്നവർ, മെന്റലി ചലഞ്ചഡ് ഉൾപ്പെടെയുള്ള ഈ ആശ്രയ പദ്ധതിയിൽപ്പെട്ടവർ. അപ്പം അത് ഈ ഇത് വെച്ചതെല്ലാം ചികിത്സയുടെ ഇത് വെച്ചോണ്ട ചികിത്സ ഫ്രീ ആണ്. കൊച്ചുകുട്ടികളും മറ്റുമൊക്കെ പിന്നെ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ളവർ വന്നവരൊക്കെയാണ്. പക്ഷേ നല്ലൊരു വിഭാഗം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമുക്ക് മനുഷ്യ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കണം. മനുഷ്യാവകാശം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിലാകരുത്, അത് ഒരു പൊതു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഞാൻ മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിക്കുകയും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നത് അത് തെറ്റായിട്ടുള്ളതാണ്. അതുപോലെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാടുമ്പോൾ ജനങ്ങൾക്ക് അവകാശങ്ങളായിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം. അതിന് നമ്മൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ യോഗത്തിൽ ജസ്റ്റിസ് JB കോശി പങ്കെടുക്കുന്ന അദ്ദേഹമാണ് നമ്മുടെ സംസ്ഥാനത്ത് മനുഷ്യാവകാശ സമിതിയുടെ അധ്യക്ഷനായി വളരെ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നു. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും അതിന് കൊടുക്കും. കാരണം അവരുടെ പ്രവർത്തനങ്ങളാണ്, അതൊരു കളക്റ്റീവ് ഫോഴ്സാണ്. ഒരുപക്ഷെ ചിലപ്പോൾ ഗവൺമെന്റിനെതിരായിട്ട് പറഞ്ഞിരിക്കും. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം എവിടെ ചോദ്യം ചെയ്യപ്പെടത്തില്ല എന്ന് വരുന്നിടത്താണ് തെറ്റുകൾ വരുന്നത്. ചോദ്യം ചെയ്യപ്പെടും എന്ന് വരുന്നിടത്ത് എല്ലാവരും ജാഗ്രത പുലർത്തും. ചിലപ്പം ഒരു തെറ്റായിരിക്കും കണ്ടുപിടിക്കുന്നത്. ആ ഒരു തെറ്റ് കണ്ടുപിടിച്ചു എന്നുള്ളതല്ല ഇതുപോലുള്ള സമിതികളുടെ നേട്ടം. അങ്ങനെയുള്ള സമിതികളുടെ സാന്നിധ്യം തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അധികാരികൾക്കും ഗവൺമെന്റിനും മറ്റുള്ളവർക്കൊക്കെ അതിന് ശക്തമായ പ്രേരണ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശം കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവകാശം റൈറ്റ് ടു ഇൻഫർമേഷൻ. മറ്റേത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5 കൊല്ലത്തേക്ക് നോക്കണ്ട. അവരുടെ ജനപ്രതിനിധിയുമായിട്ടുള്ള ബന്ധം വെച്ചുകൊണ്ട് ആർക്കെങ്കിലും ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്യാം എന്നുള്ള ഒഴിച്ചാൽ ജനങ്ങൾക്കായിട്ടൊരു അവകാശം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത് മാറി. ഏത് സമയത്തും ഏതൊരു പൗരനും ഭരണരംഗത്തെ കാര്യങ്ങളിൽ ഇടപെടാം. എന്താണ് ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യാം. കിട്ടേണ്ട വിവരങ്ങൾ കിട്ടും. അത് വലിയൊരു മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്, വലിയ മാറ്റം. അതില് എത്ര പേര് റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് വിവരങ്ങൾ കിട്ടി ആളെ ശിക്ഷിച്ചു, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് കണ്ടുപിടിച്ചു എന്നുള്ള നിലയിലല്ല നമ്മൾ കാണുന്നത്. ഇത് ചോദിക്കാൻ ഇവിടെ ജനങ്ങൾ ഉണ്ട്, ചോദിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് എന്ന് വന്നത് നമുക്ക് ഏറ്റവും വലിയ ഒരു മാറ്റമാണ്, യാതൊരു സംശയവും. മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനത്തെയും ഞാൻ ആ നിലയ്ക്കാണ് വിലയിരുത്തുന്നത്. അവകാശങ്ങൾ ലംഘിച്ചാൽ, തെറ്റായി പ്രവർത്തിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ഉണ്ട് എന്ന് വരുന്നത് നിശ്ചയമായും അത് ഒരു വലിയ ശക്തിയായി തന്നെ നിൽക്കും. അതൊരു കളക്റ്റീവ് ഫോഴ്സാണ്. പ്രേരണ, തെറ്റുകളിൽ നിന്ന് അകന്നു പോകാൻ പ്രേരണ നൽകുന്ന ഒരു പ്രധാന ഘടകമാണ്. മനുഷ്യാവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം, അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ്.
താങ്ക് യു സർ. അവാർഡീസിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് SS മനോജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അവാർഡ് നൽകുന്നതിന് വേണ്ടി ആദരണീയനായ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ബഹുമാനായ JB കോശി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡാണ് ആദ്യം നൽകുന്നത്. NFPRന്റെ പ്രവർത്തന ഉദ്ദേശം തന്നെ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് സോഷ്യൽ ആക്ടിവിറ്റീസിലേക്കും അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത്തരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ക്രൈസ്റ്റ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അതിന് നയിക്കുന്ന പ്രിൻസിപ്പൽ ഫാദർ കുര്യൻ ചാലങ്ങാടി ഉൾപ്പെടെയുള്ള പ്രതിനിധികളും എത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ പത്രങ്ങളിൽ വായിച്ചതാണ് ന്യൂ ജനറേഷൻ സിനിമകളിൽ വരുന്ന അശ്ലീല പദങ്ങൾ അതൊരു മെമ്മോറാണ്ടമായി കൊണ്ടുകൊടുത്ത് സെൻട്രൽ സെൻസർ ബോർഡ് അതിന്റെ മെമ്മോറാണ്ടം കൊടുക്കുകയും ഇപ്പോൾ അത്തരം പദങ്ങൾ ഉപയോഗിക്കുന്നത് സെൻസർ ബോർഡ് കർശനമായി നിരോധിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ ആ കുട്ടികൾക്ക് കഴിഞ്ഞു. അതുപോലെ നിരവധി ആളുകൾക്ക് ജീവനോപാധികൾ നൽകുന്നതിനും അതുപോലെ കഴിവില്ലാത്ത ആളുകളെ സഹായിക്കുന്നതിനുമൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്ന ആ കുട്ടികളെയും അവർക്ക് അതിന് വേണ്ടുന്ന ഗൈഡൻസ് കൊടുക്കുന്ന ടീച്ചേഴ്സിനെയും അതിന്റെ പ്രിൻസിപ്പലിനെയും ഈ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും കൈയടിച്ച് വൃത്താവധിയുള്ള കരഘോഷങ്ങളായിരിക്കണം ഈ അവാർഡിനേക്കാൾ വലിയ പ്രോത്സാഹനം. പ്രിൻസിപ്പൽ കുര്യൻ ചാലങ്ങാടി, ഇതിന് നേതൃത്വം കൊടുക്കുന്ന അതുപോലെ സ്കൂളില് ഇത്തരം ആക്ടിവിറ്റീസിന്റെ കോർഡിനേറ്റർ, സ്കൂളിലെ ഹെഡുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് രാജ്യത്ത് ഏറ്റവും വലിയ ദുരന്തം വിധിച്ച ഉത്തരാഖണ്ഡിലെ പ്രളയത്തെ കുറിച്ച് നമുക്കറിയാം. ജീവനോപാധികളും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളും ഒക്കെ തന്നെ നഷ്ടപ്പെട്ട് പുത്തൻ ജീവന് വേണ്ടി കേഴുന്ന ആ ജനതയ്ക്ക് വേണ്ടി എല്ലാവരെയും ഡയസിലേക്ക് വരികയാണ്. കരഘോഷങ്ങളോടുകൂടി തന്നെ ഈ അവാർഡ് സമ്മാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആതുര സേവന രംഗത്ത് രോഗികൾ ഒരു കച്ചവട ചരക്കായി മാറുമ്പോൾ അതിലൊരു വ്യത്യസ്ത നിലപാടെടുത്തുകൊണ്ട് സ്വകാര്യ മേഖലയിൽ ആശുപത്രി നടത്തുകയും അതോടൊപ്പം ആതുര സേവന രംഗത്ത് തന്റെ കർത്തവ്യം പരിപൂർണമായി നിർവഹിച്ചു വരുന്ന SK ഹോസ്പിറ്റലിലെ MD ശ്രീ KM ശിവൻകുട്ടി അവരുടെ ഇവിടെ ആദരിക്കുന്നു. അദ്ദേഹത്തിന് അവാർഡ് നൽകുകയാണ്. അതോടൊപ്പം തന്റെ ഒരു കൈ ചെയ്തത് മറ്റു കൈ അറിയരുത് എന്ന് താല്പര്യത്തോടുകൂടി ഇത്രയും കാലം പല ക്യാൻസർ പേഷ്യൻസിനും അതുപോലെ അവശതയിലിരിക്കുന്ന പല രോഗികൾക്കും മെഡിക്കൽ കോളേജിൽ വിവിധ സഹായങ്ങൾ ചെയ്തു പോരുന്ന വ്യക്തിയാണ് അശോക് നടരാജൻ. അദ്ദേഹം നമ്മുടെ അംഗത്തിന്റെ അമ്മാവനായതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുവെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് അറിഞ്ഞ മാത്രമേ തന്നെ അദ്ദേഹത്തിന് നമ്മുടെ ഇവിടെ ഒരു ആദരവ് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അശോക് നടരാജനെയും നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സിന്റെ കാർത്തികപ്പള്ളി താലൂക്ക് കമ്മിറ്റി അവിടെയുള്ള ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് അത് ഒഴിവാക്കുവാനായിട്ട് ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാസ് പരീക്ഷ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കൊടുക്കുന്നതിന് വേണ്ടി അതിന്റെ താലൂക്ക് പ്രസിഡന്റിനെ ക്ഷണിച്ചു കൊടുത്തു. സിഗ്നൽ ലൈറ്റ് ഒരുപാട് റോഡ് അപകടം നടക്കുന്നു. അത്യാവശ്യം ആളുകളുടെ സ്പീഡിൽ വന്നേച്ചു.